നമസ്കാരം. ഇനി മുതൽ ഇടിവ് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിലും കുറവുണ്ടാക്കും. അതുറപ്പാക്കുകയാണ് കേന്ദ്രം. അതിനായി നിരവധി പദ്ധതികളാണ് നമ്മുടെ രാജ്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. വൻകിട രാജ്യങ്ങളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് നമ്മുടെ ഇന്ത്യൻ വിപണി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ചൈനയെ കടത്തിവെട്ടുന്ന തരത്തിൽ ആവശ്യം ഇന്ത്യയിൽ നിന്നുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വില കൂട്ടാതെ എങ്ങനെ ലാഭകരമായി പെട്രോൾ വാങ്ങാമെന്നാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഇടയ്ക്കിപ്പോൾ പ്രധാനമായും പെട്രോൾ ലഭിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അമേരിക്കയും റഷ്യയും ചങ്ങാത്തത്തിലായതോടെ ആ വരവ് കുറയും. യുദ്ധം അവസാനിക്കുന്നതോടെ വിലയും കൂട്ടും. അപ്പോൾ ബദലായി അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ സമീപകാലത്ത് വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം അമേരിക്ക ഇന്ത്യയിലേക്ക് പ്രതിദിനം 3,57,000 ബാരൽ ക്രൂഡ് ഓയിലാണ് കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വ്യാപാരം ഏകദേശം 2,21,000 BPD മാത്രമായിരുന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവും ഇറക്കുമതിക്കാരുമായ ഇന്ത്യ US-ൽ നിന്നുള്ള എണ്ണ വാങ്ങൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. അതായത് ക്രൂഡ് ഓയിൽ വർധനവിലൂടെ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കാൻ കഴിയും. മുൻപ് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ട് അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ സമീപകാലത്ത് വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഊർജ്ജ ഇടപാട് കഴിഞ്ഞ വർഷത്തെ $15 ബില്യൺ നിന്ന് സമീപഭാവിയിൽ തന്നെ $25 ബില്യൺ ഉയർന്നിട്ടുമുണ്ട്. അതുപോലെ ക്രൂഡ് വില കുറയുന്നത് ഉൽപാദക രാജ്യങ്ങൾക്ക് നഷ്ടമാണെങ്കിലും ഇന്ത്യക്ക് നേട്ടമാണ്. കാരണം ആവശ്യമുള്ളതിന്റെ 85% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാൻ തുടങ്ങിയാൽ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില കുറയാൻ അത് വഴിയൊരുക്കും. ഒരു വർഷമായി രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വന്നിട്ടില്ല. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കാൾ നേരിയ വിലക്കുറവ് നിലവിലുണ്ട്. എന്നാൽ അതിനും മാറ്റം വരാൻ പോവുകയാണ്. കാരണം ഇന്ത്യയിൽ പലയിടങ്ങളിലും പെട്രോളിയം ഖനനം തുടങ്ങിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, കാക്കിനഡ തുടങ്ങിയ 4ഓളം സ്ഥലങ്ങളിലാണ് ഖനനം ആരംഭിച്ചിരിക്കുന്നത്. കൃഷ്ണ, ഗോദാവരി നദീതടത്തോട് ചേർന്ന മേഖലയിലാണ് എണ്ണ കണ്ടെത്തിയിരിക്കുന്നത്. മേഖലയിൽ എണ്ണ സാന്നിധ്യം അറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഖനനത്തിന് വേണ്ടി പ്രവർത്തനം തുടങ്ങിയത് 2016-17 കാലത്താണ്. തുടർന്ന് കോവിഡ് വ്യാപനം ഉണ്ടാവുകയും നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കോവിഡിന് ശേഷം വീണ്ടും പ്രവർത്തനം സജീവമാക്കുകയായിരുന്നു. അതുപോലെ ഇനി മുതൽ ബ്രസീൽ, അർജന്റീന, സുരിനാം, കാനഡ, ഗയാന എന്നിവിടങ്ങളിൽ നിന്നെല്ലാം എണ്ണ ഇറക്കുമതി ശക്തമാക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ക്രൂഡ് ഓയിൽ വ്യാപനം വർദ്ധിച്ച് പെട്രോൾ വില ഇടിയാനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.